മനസ്സിലുള്ളതുപോലെ തന്നെ നടക്കണമെന്ന് പ്രാർത്ഥിക്കു പെണ്ണേ. ആരെയും രക്ഷിച്ചില്ലേലും എന്നെ രക്ഷിക്കണ ദേവി. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് ആരാ ഇവിടെ നടക്കുന്നേ? തൊട്ടിക്കൊണ്ട് പോകണ്ടേ? അത് തന്നെ, കല്യാണ പെണ്ണിനെ കാറിൽ കടത്തിക്കൊണ്ട് പോലെ. എന്താ ഈ കാണിക്കുന്നേ? ഓടുന്ന കാറിന് ഡ്രൈവ് ചെയ്യാൻ നോക്കണോ? ജമിനി സർക്കസിലായിരുന്നോ വേണ്ട? അടുത്ത പ്രാവശ്യം കേക്കുമോളെ, ചെറുക്കനെ കടത്തിയാലൊന്ന് കല്യാണം നിർത്തിയല്ല. ഈ ജോയിയെ പോലെ ഏതെങ്കിലും വൃത്തികെട്ടനെ കൊണ്ട് താലി കെട്ടിക്കും. നീ ഇത് പറയൂടാ. എടി മോളെ, ഗംഗയെ കണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഗംഗയെ? ഇല്ല. മോനെ, ഗംഗ എവിടെ പോയെന്ന് അറിയില്ല. വീടെല്ലാം തേടി നോക്കി, കാണാനില്ല. കല്യാണത്തിന് തലേന്ന് പെണ്ണിനെ കാണാനില്ല. രാത്രി മാത്രം മാറി നിന്നാ മതി. അത്ര തന്നെ. ആ ആളും ബാക്കി ചളാകും. കല്യാണം ഉറപ്പായിട്ട് നിന്ന് പോകുന്നേ. രാത്രിയിൽ കാട്ടിനകത്ത് ഒറ്റയ്ക്ക് ഞാനോ? അതിന് വേറെ ആളെ നോക്കാം. പട്ടി വരും. എന്നെ കൊണ്ട് തന്നെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. നീ അകത്തോട്ട് വാ, നമുക്കിരുന്ന് സംസാരിക്കാം. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോയാൽ തന്നെ ഞാൻ കെട്ടേണ്ടി വരും. എവിടെ ബസ്? നുണ പറയരുത്. കല്യാണം നടന്നാലും കുഴപ്പമില്ല, ഇതെനിക്ക് വയ്യ. എനിക്ക് വീട്ടിൽ പോണം. ശരി, ഇപ്പൊ നമുക്ക് പോവാം. നീ അകത്തോട്ട് കയറ്. എന്റെ അമ്മ എന്തൊരു. അയ്യോ ഡോക്ടർ, അതൊന്ന് പൊക്കേ. നിർത്ത്. നിങ്ങൾ ഏത് വഴിക്കാ പോകുന്നത്? ഡോക്ടർ എടേ മരുമോനെ, ആ സമയത്ത് ഒരു പ്രസവ കേസ്. ഞാൻ ചെന്നാലേ വെളി വരുന്ന കുട്ടി വാശി പിടിക്കാത്രേ. കൃത്യസമയത്ത് വണ്ടി പഞ്ചർ. നിങ്ങളുടെ വണ്ടി കയറ്റി ഒന്ന് അങ്ങ് ഇറക്കി വിടണേ. ഒരു ടയറല്ലേ പഞ്ചറായുള്ളൂ. ആ ടയറല്ല, ഈ ടയറ്. ഡേ, പഞ്ചർ ഒടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടോണ്ട് വന്നേക്ക്. ഒന്ന് നീങ്ങരുത് പിള്ളേരെ. എടേ ജോയി, നിനക്കൊരു രസം കേൾക്കണോ? ഇവന്റെ കല്യാണക്കാരി എന്റെ ചേച്ചി പറഞ്ഞപ്പോ ചെക്കൻ എങ്ങനെയാ കിടന്ന് കലിതുള്ളിയെന്നറിയാവോ? അയ്യോ, ആ പെണ്ണ് തനി നാട്ടിൻ പുറവാ. അതിനൊരു ചുക്കും അറിയില്ല. കമ്പിളി നാരങ്ങ പോലെ വീർത്ത് അതാണ് ഇതാണ് ചാടിക്കടിക്കാൻ വരുമല്ലായിരുന്നോ? ഡോക്ടറെ, കമ്പിളി നാരങ്ങ തേങ്ങാ മാങ്ങാന്ന് സ്വഭാവം മാറും. അതെന്താണ്? പിന്നെ അല്ലാതെ കുറച്ച് ഉരുണ്ട എന്താ കുഴപ്പം? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തടി ചുരുട്ടിരിക്കുന്നതാ ഇഷ്ടം. ഉരുണ്ടതാ എനിക്കിഷ്ടപ്പെട്ട സൈസ്. കുറച്ച് കുനിഞ്ഞു നിന്ന് നോക്കി എന്നാൽ കാണാം അവരുടെ മനസ്സ്. അതല്ല, ശരിക്കും കിറുക്ക് പിടിച്ച കുടുംബം ആ പെണ്ണിന്റെ. കുടുംബത്തിൽ കുറച്ച് കിറുക്കുണ്ടെന്ന് വെച്ച് ഈ പെണ്ണ് അങ്ങനല്ല, അതൊരു ഉഗ്രം. അതല്ലടേ, നീ ആ വേലിത്തമ്പിയുടെ മോന്ത കണ്ടിട്ടില്ലേ? ചെറിയൊരു ഭ്രാന്തിന്റെ ലക്ഷണം ഇല്ലേ? എടി പെണ്ണെ, ആ ചെവി കേൾക്കാത്ത കളവനുണ്ടല്ലോ, അയാള് വേറൊരു വട്ടനാ. ചുമ്മാ ഇരിക്കാം മാമ. കല്യാണത്തിന് മുമ്പ് തന്നെ പെണ്ണു വീട്ടുകാരോട് ജിഞ്ചിനാക്കളി കണ്ടില്ലേ? പാവങ്ങളാ മാമ. പാവങ്ങളാ? ദേ കേട്ടില്ലേ, പാവങ്ങളാന്ന്. അവിടെ ഒരു മുതുക്കി തള്ളയുണ്ട്, അതിന് മുഴു ലൂസാ. അപ്പൊ പിന്നെ പെണ്ണ് എങ്ങനെയായിരിക്കും? നിനക്കെന്താടാ ഒരു കള്ളലക്ഷണം? ജന്മനാ ഉള്ളതാ. ഇവിടെ വണ്ടി നിർത്തണേ. നിർത്തേ. എവിടെയാ വണ്ടി നിർത്തേണ്ടത്? ഒരു ചടാക്ക് വണ്ടി. ഈ കളവ് ഇനി ചത്തില്ലേ? അപ്പൊ എന്റെ മരുന്ന് ഏറ്റില്ല. നിങ്ങൾ ഇവിടെ എന്തിനിരിക്കുക? മൂത്ത് നിറച്ച് നിങ്ങളെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. കല്യാണ പെണ്ണിനെ ഞാൻ എവിടെ പോയി തേടും? വയസ്സായിട്ടും അറിവില്ലാതെ പോയല്ലോ. കേൾക്കുന്നുണ്ടോ വല്ലതും? കണ്ടില്ലേ, പണ്ടേ ജഗടൻ, ഇപ്പൊ കണ്ണും കാണാൻ വയ്യ. നിങ്ങളുടെ മോളെ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ കുടുംബം നാശമാക്കി. എവിടെങ്കിലും പോയി തൊലയരുതോ നിങ്ങൾക്ക്? ഒരു സെക്കൻഡ് വണ്ടി നിർത്ത്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഗംഗയ്ക്ക് ബാത്റൂമിൽ പോണോ അല്ലേ? എനിക്ക് വീട്ടിൽ
വണ്ടി പോണം വണ്ടി തിരികെ കൈ അവിടെ തന്നെ ഇരിക്കട്ടെ, എടുക്കല്ലേ, വീട്ടിലോ കാട്ടിലോ എവിടെ വേണം. നോക്കി ഓടിക്കണം. നീ രാത്രി മുഴുവൻ കാട്ടിലിരിക്കട്ട. വെറും 12 മണിക്കൂർ ഇരുന്നാ മതി. അതിനുള്ളിൽ ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാം തകരാറിലാക്കി കല്യാണം നിർത്താനുള്ള പണി ഒപ്പിക്കാം. വണ്ടി തിരിക്കാനാ പറഞ്ഞ പ്ലീസ്. എന്താ ഈ ഒരു വാക്ക് മൂളിയ വണ്ടി മാത്രം എന്തിനാ, എന്റെ ജീവിതം തന്നെ ഞാൻ നിന്റെ സൈഡിലോട്ട് തിരിക്കാം. അയ്യോ. എന്താ ഗംഗ ഇത്? നമ്മൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേ ഇത്? പാതി വഴിയിൽ കാൽ വരെ എങ്ങനെയാ? എനിക്ക് എന്റെ അച്ഛന്റെ അടുത്ത് പോണം. എന്റെ അമ്മോ, എടാ, എന്താ? നമ്മളെല്ലാരും പാതാളത്തിലോട്ട് പോവാടാ. എന്താ? അയ്യോ, ബ്രേക്ക് പൊട്ടിയടാ. അയ്യോ. അല്ല, നീ എന്തിനാ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞേ? നീ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് ഈ ജാതകം, നക്ഷത്രം, കുന്തം, കുടച്ചക്രം ഇതൊന്നും ഇഷ്ടമല്ല. അച്ഛനും അമ്മയും ചേർന്നിരുന്ന് പെണ്ണ് കാണുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ആദ്യം കല്യാണം കഴിച്ചോ, പ്രേമം പിന്നാലെ വന്നോളും എന്നുള്ളതൊക്കെ എനിക്ക് ശരിയാവുകയല്ല. അപ്പൊ പ്രേമിച്ചേ കല്യാണം കഴിക്കുള്ളോ? ഒരു പെണ്ണിനെ കണ്ട് മിണ്ടി മയങ്ങിക്കിറങ്ങണം. അവളുടെ പുറകെ അലഞ്ഞലഞ്ഞ് നടക്കണം. അവളില്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ലെന്ന് തോന്നണം. അത് കഴിഞ്ഞ ഉടനെ കല്യാണമാണ്. അല്ല, ഗംഗ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ? നിനക്ക് ഈ മൂത്ത വട്ട് പണ്ടേ ഉള്ളതാ? അപ്പൊ ഗംഗ പറയില്ലല്ലേ? ചുമ്മാ പറയുന്നേ. ഹലോ ഹലോ, വെയിറ്റ്. അയ്യോ, ഡോക്ടർ. ഡോക്ടർ, നിർത്ത് നിർത്ത്. എടി കല്യാണ പെണ്ണേ, നീ എന്താ ഇവിടെ? ഡോക്ടറെ തേടി വന്നതല്ലേ? നാളെ കല്യാണല്ലേ, ഇത് എന്തൊരു കൂത്ത്. നീ വണ്ടി കയറ്. പ്രസവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചാണോ പെണ്ണോ? നല്ല സുന്ദരി പെങ്കൊച്ച്, നിന്നെ പോലെ. അല്ല, ഞാൻ ഡെലിവറി നോക്കാനാ പോയത്, നിനക്ക് എങ്ങനെ അറിയാ? അതാണ് എന്റെ ബുദ്ധി. ആ, അതായത് ഡോക്ടറെ കാട്ടിക്കൂടി ഈ നേരത്ത് വരുന്നു എനിക്ക് എങ്ങനെ അത് തന്നെ. അറിയാം? അതുപോലെയാ. നീ ബുദ്ധിമതിയാണെന്ന് നീ ജനിച്ച ദിവസം തന്നെ കണ്ടുപിടിച്ചവനാ ഈ ഡോക്ടർ മാമൻ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു നട്ട് ലൂസാണെന്ന് മാമന് തോന്നുന്നുണ്ടല്ലേ? അത് നിന്റെ കുടുംബത്തിലല്ല മോളു, നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന കുടുംബത്തിലുള്ളവരാ മൊത്തം ലൂസ്. എന്റെ പെങ്ങൾ ആരാ, അളിയൻ മുക്കാല്. അപ്പൊ പയ്യൻ എങ്ങനെ ഇരിക്കും? ഞങ്ങളുടെ കുടുംബത്തിൽ ആ കൂടി രക്ഷപ്പെട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിനാ ചിരിക്കുന്നേ? അമ്മച്ചി, അപ്പൂപ്പൻ ചത്ത ഈ കല്യാണം നിർത്തി വെക്കുവല്ലേ? നീ മിണ്ടി പോകരുത്, അപശകുനം പിടിച്ചത്. ഡോക്ടർ വന്നു. ഗംഗേ, അപ്പൂപ്പന് ഭയങ്കര സീരിയസ് അടി. നീ എവിടെയാ മോളെ പോയത്? ഡോക്ടർ വിളിക്കാനാണോ? ഗംഗേ, എവിടെ ആയിരുന്നടി നീ? ഞാൻ ഡോക്ടറെ ഗംഗേ, അപ്പൂപ്പന് അസുഖം വരുമെന്ന് നേരത്തെ അറിഞ്ഞോ? ആദ്യമേ ഡോക്ടറെ വിളിക്കാൻ പോയല്ലോ. ചുമ്മാരി. മോളെ, നീ എവിടെ പോയിന്നറിയാതെ ഞങ്ങൾ തകർന്നു പോയി മോളെ. അച്ഛാ, നിങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ എവിടെ പോവാനാച്ചാ? വേലു, എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ടൗണിലെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. നിന്റെ കല്യാണം കഴിയാതെ ഞാൻ ചാകത്തില്ല മോളെ. എല്ലാവരും നോക്കി നിൽക്കണേ, അങ്ങോട്ട് ചെല്ലേ. വേഗം ആവട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ വേഗം. എല്ലാം ശരിയായി. നാളെ നേരം വെളുത്ത കല്യാണം. അമ്മൂമ്മേ,
അമ്മൂമ്മ എന്താ? ഈ ഗംഗയ്ക്കൊരു സംശയം. എന്ത് സംശയം? ആദ്യ രാത്രി അറിയാൻ മേലെന്നാ അയ്യോ, ഛി, നീ അല്ലേ ചോദിച്ചേ? അപ്പൊ അമ്മച്ചിക്ക് അറിയത്തില്ലേ? ഇത്രയും വയസ്സായത് എന്തിനാണാവോ? നീ വേഗം നോക്ക്. തോറ്റുപോയി. ഈ കണക്ക് പുള്ള ചീട്ട് മുക്കുന്ന പോലല്ലേ നമ്മുടെ കണക്ക് മുക്കുന്നത്. എടേ വേലു, ആ. ഊരി കൈക്ക് ഇരി. വേണ്ട മുതലാളി, 1008 പണികൾ കിടക്കല്ലേ, ഞാൻ പോട്ടെ. എന്താണ് 1001 ജോലിയായിട്ട് എന്റെ കൈ അടിച്ച് നടത്തിട്ട് പോവാ.